ടാനിയും ഓൾറെഡി ആയിട്ടുണ്ട്. ഷൂ കാണണം നിങ്ങൾ. നൈക്ക് എയറിന്റെ ഷൂ ആണ് ഇട്ടിരിക്കുന്നത്. വാവ് ആയിട്ടുണ്ട്. വണ്ടി ഇവിടെ അറേഞ്ച് ചെയ്തു കേട്ടോ. ഈ വണ്ടിയാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്ത്. ഇതാണ് ലഗാൻ ഡാം. 1934 കംപ്ലീറ്റ് ചെയ്ത ലഗാൻ ഡാം. ഫോട്ടോ എടുക്കാൻ വേണ്ടി ഡയലോഗ്. പാവ ആസിഫ്. ഹാരി പോട്ടർ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ഒരു ട്രെയിനിന്റെ ലൊക്കേഷൻ ആണിത്. അവിടെ ആളുകൾ കേട്ടോ ഇത് കാണാൻ വേണ്ടി ആ ഒരു എന്താ പറയാ ജസ്റ്റ് ആ ട്രെയിനിന്റെ ഒരു പാസിങ് മാത്രം കാണാൻ വേണ്ടി 5 സെക്കൻഡ് പാസ് ചെയ്യണോ അത് കാണാനാണ് ഇത്രയും ജനങ്ങൾ. ഫോട്ടോ എടുത്തിട്ട് പഴഞ്ചൻ ഫോട്ടോ എന്ന് പറഞ്ഞ കുറ്റം പറയുന്ന പെണ്ണുപിള്ളയും. ഹലോ മച്ചാൻ പറയാം, മിസ്റ്റർ ഷെഫീഖിന്റെ മറ്റൊരു കിടിലൻ വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങള് 2ാം ദിവസം സ്കോട്ട്ലൻഡിൽ അവിടെ തന്നെയാണ്, നമ്മുടെ മാരിഡ് ഹോട്ടലിൽ തന്നെയാണ്. അപ്പോ ഇനി എവിടെ പോണ ജോമാൻ പോകുന്നത്? നമ്മുടെ ഗൈഡ് എന്ന് പറയുന്ന ജോമാനാണ്. അപ്പൊ ഹാരി പോട്ടർ മറ്റേ ട്രെയിൻ സെറ്റപ്പില്ലേ, ബ്രിഡ്ജും അങ്ങോട്ടൊക്കെ. അത് ഭയങ്കര ഒരു ഫേമസ് ഒക്കേഷൻ ആണ്. സ്കോട്ട്ലൻഡ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോകാത്ത ആളുകൾ ഉണ്ടാവില്ല. അപ്പൊ നമ്മള് ട്രെയിൻ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഗൈഡ് പറഞ്ഞിരിക്കുന്നത് അവിടെ ഡെയിലി 2 ടൈം ഉള്ളൂ. അതെ, എപ്പോഴൊക്കെയാണ്? മോർണിംഗ് 10:45 പിന്നെ ഈവനിങ് 3:15 അവിടെ എത്താൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ എന്തെങ്കിലും ഡിസ്ട്രപ്ഷൻ ഒക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചേഞ്ചസ് ഉണ്ടാവും എന്ന് പറയുന്നത്. അപ്പൊ ചില ആളുകൾ മിസ്സാവുന്ന പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമുക്ക് അതും ട്രൈ ചെയ്യാം. ഓക്കെ, 4 hour ജേർണി ഉണ്ട്. 4 hour ജേർണി എഡിൻബറയിൽ നിന്നുണ്ട്, സെൻട്രൽ നിന്നും 4 hour ജേർണിയാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സംഭവങ്ങളൊക്കെ ഉടായ്പ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര റിച്ച് ആണ് കേട്ടോ. മറ്റേ ഈ മാരിയറ്റില് നമുക്കിപ്പോൾ 18.75 അല്ലേ, 18.5 എന്തോ ആണ് പെർ ഹെഡ് പറയുന്നത്. പിന്നെ ഭയങ്കര റിച്ച് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾ കഴിച്ചില്ല ഗൈസ്. ഞങ്ങൾ ലൈറ്റായിട്ട് വയറ് സെറ്റ് ആവുന്ന രീതിയിൽ ലൈറ്റായിട്ട് കുറച്ച് സ്നാക്സും കുറച്ച് സാൻഡ്വിച്ച്, ബർഗർ അങ്ങനെ ഒരു ലെവലിൽ ഇന്ന് ഒപ്പിക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം ഉച്ചയ്ക്ക് ഹെവി ആയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. സോ നമ്മൾ മാരിയറ്റിൽ നിന്ന് ഇന്ന് യാത്ര തുടങ്ങാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഫസ്റ്റ്, ലഗേജ് എടുത്തു. അത് മാത്രമല്ല നമ്മളൊരു വണ്ടി ഇവിടെ അറേഞ്ച് ചെയ്തു കേട്ടോ. ഈ വണ്ടിയാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്ത്. അപ്പോൾ നമുക്ക് 8 സീറ്റർ വണ്ടിയാണ്. അല്ല 7 സീറ്റർ 8 സീറ്റർ വണ്ടിയാണ്. വണ്ടി ഓട്ടോമാറ്റിക്കാണ്, അടിപൊളി വണ്ടിയാണ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഡ്രൈവ് ചെയ്തു, സെറ്റാണ്. ഇതാണ് ഇപ്പോൾ നമ്മുടെ വണ്ടി. ബാക്കി എല്ലാവരും പിക്ക് ചെയ്തിട്ട് ഇനി വരണം. ഹായ് ഗൈസ്, അപ്പോൾ സെക്കൻഡ് ഡേ നമ്മുടെ ടാനിയും ഓൾറെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ക്യാപ്പൊക്കെ വെച്ചിട്ടുണ്ട്, ഗോൾഡൻ ചെയിനൊക്കെ ഉണ്ട് ഗൈസ്. ഷൂ കാണണം നിങ്ങൾ. നൈക്ക് എയറിന്റെ ഷൂ ആണ് ഇട്ടിരിക്കുന്നത്. വാവ് ആയിട്ടുണ്ട്. മിസ്സായി റെഡി ആയിട്ടുണ്ട് ഗൈസ്. വാവ് ആയിട്ടുണ്ട്. നീ ആരൊക്കെയാണ്? നീ വെറൈറ്റി ഷർട്ടാണല്ലോ, ഐ മീൻ ടോപ്പ് ആണല്ലോ. വാവ് ആയിട്ടുണ്ട്. ഗൈസ് ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മിസ്റ്റർ വാവ് ആസിഫ് ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മള് അങ്ങനെ മാരിയറ്റ് ഹോട്ടലിനോട് നമ്മൾ ഇന്ന് വിട പറയാണ്. ഇങ്ങനെ ഉണ്ടായിരുന്നു എൻജോയ്മെന്റ് ഇന്നലെ? അതെ, പൂള് പൊളിയായിരുന്നു. പൂളിന്റെ പുറത്ത് ഇറങ്ങി നിന്ന ആൾക്കാരൊക്കെയാണ് ഈ പറയുന്നത്. പൂള് എങ്ങനെ ഉണ്ടായിരുന്നു? പൂള് ഒരു രക്ഷ അടിപൊളി. പൂളിൽ ഒരു വീഡിയോ എടുക്കാൻ സമ്മതിക്കാറുണ്ട്, നമുക്ക് പൊളിക്കാം. അതല്ലേ. മച്ചമാരൊക്കെ നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മൾ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാക്കി പിന്നെ നമ്മൾ ഇവിടുന്ന് പോവാണ്. നമ്മുടെ വ്യൂ ഇന്നലെ കാണിച്ചു തന്നല്ല കേട്ടോ, നല്ലൊരു വ്യൂ ആണ്. അപ്പോൾ ഇവിടെ മാരിയറ്റിൽ ഹോട്ടൽ എടുക്കാൻ നോക്കിയാനുള്ള കാരണം സ്വിമ്മിംഗ് പൂളും പിന്നെ വലിയ എക്സ്പെൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ റൂം കിട്ടി. അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത്. ഓക്കെ, പിന്നെ വേറെ എന്താ മെസ്സേജ് പറയാനുള്ളത്? ഞങ്ങൾ ബാക്കി ചില്ലിങ്ങിന് പോവാണ്. ഞാനൊരു ഇൻട്രോയൊക്കെ എടുത്ത് അപ്പോൾ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ കുറച്ച് നേരം കൊണ്ട് നമ്മൾ ഇവിടുന്ന് യാത്ര തിരിക്കും. ബാക്കി ഡ്രൈവ് പിന്നെ ഏകദേശം ഒരു 4 മണിക്കൂറാണ് ഇവിടുന്ന് നമ്മൾ ഈ പറഞ്ഞ ആ ഒരു സ്പേസിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. ബാക്കി വിശേഷങ്ങൾ കാണാം. പിന്നെ പറഞ്ഞ പോലെ വേറൊരു 1-2 കുറച്ച് ആളുകളെ പേര് പറഞ്ഞൊക്കെ പരിചയപ്പെടുത്താനുണ്ട്. അപ്പോൾ നമുക്ക് പരിചയപ്പെടുത്താം.
ഇതാണ് ഏത് മങ്ങിയിരിക്കുന്ന ഗൈസ്, സോറി. ഇതാണ് ആസിഫ് ആൻഡ് പേര് ഫുൾ പേര് പറയരുതെന്നാണ് മിനു എന്ന് പറഞ്ഞേക്കുന്നേട്ടാ. എന്നെ ഞാൻ തന്നെ വിളിക്കുന്നത് വിമൽ കുമാർ എന്ന് പറയും പോലെ. ഫുൾ പേര് മിനു എന്നാണ് വിളിക്കുന്നത്. അപ്പൊ നാട്ടിലെവിടെയാന്നൊക്കെ പറഞ്ഞു പുറത്ത് പട്ടാമ്പി. അതെ നമ്മുടെ ഋഷാന്റെ ആട്. ഋഷാനെ ഇവർക്ക് അറിയാം. അപ്പൊ ഋഷാന്റെ നാട്ടിലാണ്. അപ്പോൾ അടിപൊളി. ഞങ്ങളിങ്ങനെ റെഡിയായി സെറ്റായിരിക്കുകയാണ് യാത്ര പോകാൻ വേണ്ടി. ആസിഫിനെ ഇവരൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒഫീഷ്യലി നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിയതാണ് ഗൈസ്. അതെ ഉപദ്രവിക്കൂന്ന് ഗൈസ്. അങ്ങനെ 3:30 അതേപോലെ ഇവിടുത്തെ നമ്പർ എത്ര 3:32 ഞങ്ങളങ്ങനെ വീട്ടിൽ പറഞ്ഞു ഗൈസ്. കോറിഡോർ മാത്രം ഒറ്റക്കായി. അങ്ങനെ എല്ലാവരും പാക്കൊക്കെ ചെയ്തു ഗൈസ്. ഞങ്ങൾ റെഡിയാവും പോലെ സെറ്റല്ലേ. അങ്ങനെ ഞങ്ങൾ റെഡിയാവാണ്. ഇൻഫ്ലുവൻസറും ശിഷ്യനും കലിപ്പിലാണ്. അപ്പോൾ ഞങ്ങൾ ലഗേജൊക്കെ എടുത്തു സെറ്റായി ഞങ്ങൾ ഇറങ്ങി. അപ്പം നമ്മൾ ഗൈസ് ഇങ്ങനെ വണ്ടിയിൽ കയറുകയാണ്. കണ്ടില്ലേ എല്ലാം ഗൈസ് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മെയിൻ ഡ്രൈവർ ഇവിടെ ഉണ്ട് ഗൈസ്, മിസ്റ്റർ ജോമോൻ. ഞാൻ സെക്കൻഡറി ഡ്രൈവറാണ് കേട്ടോ. കണ്ടില്ലേ മെയിൻ. ഇനി അടുത്ത സെക്കൻഡറി ടെർഷറി ഡ്രൈവർ. ട്രഷർ ആൻഡ് ടെർഷറി ഇവിടെ ഉണ്ട്. മെയിൻ ആൾ അപ്പുറമുണ്ട് ഗൈസ്. അപ്പം ഇങ്ങനെ ഞങ്ങൾ ഡേ 2 ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ്. ബാക്കി കാണാം. നമ്മളങ്ങനെ വണ്ടിയിൽ യാത്ര തുടങ്ങി. അടുത്ത സ്ഥലം നമ്മൾ ലക്ഷ്യമാക്കിയിരിക്കുന്നത് സ്കോട്ട്ലൻഡിലെ മെയിൻ സ്പോട്ടായ ഇൻവേർനസ് ആണ്. അവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നൊക്കെ മനസ്സിലാവും. പിന്നെ ഈ പോകുന്ന വഴിയിൽ നമ്മുടെ കയ്യിൽ വണ്ടി ഉള്ളത് കാരണം നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ നിർത്താനും ആ പച്ചപ്പും ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ആസ്വദിക്കാനും പറ്റി. നല്ല സൗകര്യം ഉണ്ടായിരുന്നു. ഓടിക്കാനും ഒന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. വണ്ടി എല്ലാവർക്കും ഇരിക്കാനും ഉറങ്ങാനും കിടക്കാനും ഒക്കെ നല്ല സൗകര്യമായിരുന്നു. അപ്പോൾ പോകുന്ന വഴിയിൽ ഈ പച്ചപ്പൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര സുന്ദരമാണ് നമ്മുടെ സ്കോട്ട്ലൻഡ് എന്ന്. ഇൻവെർനസിലേക്ക് പോകുന്ന വഴിയാണ് നമ്മുടെ ലഗാൻ ഡാം ഉള്ളത്. അപ്പോൾ നമുക്കിനി അവിടെ ഒന്ന് ഇറങ്ങി കാണാം. ഡാം കൂട്ടണ്ടേ? നിങ്ങളെ മാത്രം മതിയോ? ഫോട്ടോ എടുക്കാൻ വേണ്ടി ഡയലോഗ്. പാവ ആസിഫ്. ഒരു ഫോട്ടോയെങ്കിലും എടുത്തോട്ടെ ഗൈസ്. മിസ്ന വന്ന കാരവാൻ നിങ്ങൾക്ക് കാണണോ? ഇതാണ്ട മിസ്ന വന്ന കാരവാൻ. മിസ്ന മാത്രം വന്ന ഞങ്ങളല്ല. ഇതാണ് ലഗാൻ ഡാം. 1934 കംപ്ലീറ്റ് ചെയ്ത ലഗാൻ ഡാം. ബ്രിട്ടീഷ് അലുമിനിയം കമ്പനി ലിമിറ്റഡ് ലോക്ക് ഹബർ വാട്ടർ പവർ എന്നൊക്കെ എഴുതി. അതെനിക്കറിയില്ല. അത് നോക്കി ഓ ഈ ഡാമിൽ നിന്ന് 3 മൈൽസുള്ള മീൻസ് 3 മൈല് വീതിയുള്ളൊരു വീതിയല്ല 3 മൈല് നീളമുള്ള ഒരു ടണലിലൂടെയാണ് ഇത് ലോക്ക് ട്രേയിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത്. ബെൻ നെവിസസ് ഇവിടെ UK-യിലെ ഏറ്റവും വലിയ മൗണ്ടൻ ആണ്. ലോക്ക് ലഗാനിലാണ് ഈ ലഗാൻ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇത് ശരിക്കും 700 അടി നീളവും 130 അടി ഉയരവുമുള്ള ഡാമാണ്. ഇതിൻ്റെ വലിപ്പം എത്രയാണെന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ നാട്ടിലെ ഇടുക്കി ഡാമില്ലേ, അതിൻ്റെ ഒരു ഡബിൾ ഉണ്ട്. അതാണ് ഇതിൻ്റെ വലിപ്പം. അപ്പം മനസ്സിലാവും. അപ്പം നമ്മൾ ആ ഹൈലൈറ്റ് പോയിന്റ് ആയിട്ടുള്ള ജാക്കോബൈറ്റ്സ് ട്രെയിൻ കാണാൻ ആ ലൊക്കേഷനിലെത്തി, ഇൻവേർനസിലെത്തി. ഞങ്ങൾ ചെന്നപ്പോൾ നല്ല ചാറ്റൽ മഴയും നല്ല മഞ്ഞ് പതിഞ്ഞ രീതിയിലാണ് മലകളൊക്കെ നിന്നിരുന്നത്. നല്ല ഭംഗിയായിരുന്നു കാണാൻ. അവിടെ വണ്ടി പാർക്ക് ചെയ്യണമായിരുന്നു. 350 നമ്മുടെ നോർമൽ കാറിനും 650 വലിയ ക്യാമ്പർ വാനിനും ഒക്കെയാണ് പ്രൈസ് ഇട്ടിരുന്നത്. അങ്ങനെ ഞങ്ങളവിടെ വണ്ടി പാർക്ക് ചെയ്തു. കൊച്ചം വരെ നമ്മുടെ ഇന്നത്തെ യാത്ര, സെക്കൻഡ് ഡേ യാത്ര, ഞങ്ങൾ ആ മേജർ അട്രാക്ഷൻ ആയിട്ടുള്ള ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ ഹൈ ഹീൽസ് കണ്ടോ, ഇത് ആ ഒരു മല കണ്ടോ,
അതിൻ്റെ സൈഡിൽ കൂടെയാണ് ഈ നമ്മുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജ് ഉണ്ട്. എനിക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പൊ നമ്മളിപ്പോ ഹാരി പോട്ടർ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ആ ഒരു അവര് സ്കൂളിൽ മറ്റേ ഹാർട്ട്വാർഡ് സ്കൂളിൽ പോകുന്ന ആ ഒരു ട്രെയിനിന്റെ ലൊക്കേഷനാണിത്. ആ ഒരു ട്രെയിൻ പാസ് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണിത്. ഇത് UK ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള മൗണ്ടനിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ബെൻ നെവീസ് എന്നാണ് ആ മൗണ്ടന്റെ പേര്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ വളരെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ഇപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ കോടയൊക്കെ വന്ന് ഇറങ്ങിയിട്ട് വളരെ മനോഹരമായിട്ട് നിൽക്കുകയാണത്. ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും 2 ദിവസം ഉള്ളൂ, 2 ടൗൺ ഉള്ളൂ എന്ന് തോന്നുന്നു ഒരു ദിവസത്തിൽ. ഇപ്പൊ നമ്മളിപ്പോ വന്നേക്കുന്നത് 2:30 ഒരു ട്രെയിൻ ഉണ്ട്, 3:20 ഒരു ട്രെയിൻ ഉണ്ട്. അപ്പൊ അതെടുക്കാൻ വേണ്ടിയിട്ടാണ്, അത് കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ട്രെയിൻ കയറൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്. 67 pounds per person ആണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്കത് അത് കാണാമെന്ന് വിചാരിച്ചു അവിടെ. അപ്പോൾ ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഒക്കെ അവർ പുള്ളി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ട്രെയിൻ കാണാം. നമ്മളൊന്ന് ചോദിച്ചപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് മുകളിലേക്ക് നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അവിടം വരെ. അപ്പോൾ ഗൂഗിളിലും ബാക്കിയുള്ള ഇൻഫർമേഷനിലും എല്ലാം ഉണ്ടായിരുന്നത് വെറും 2 തവണ മാത്രമാണ് ട്രെയിനുള്ളതാണ്. പക്ഷേ ശരിക്കും 4 തവണ ട്രെയിൻ ഉണ്ടെന്നാണ് അവിടുത്തെ ബോർഡിലും സംഭവങ്ങളൊക്കെ കണ്ടത് ഞങ്ങൾ. ട്രെയിൻ പിടിക്കാൻ ഓടുകയാണ്, പക്ഷെ അത് കയറൂല. 3:20 കുറച്ച് ആളുകൾ പറഞ്ഞു, 3:10 കുറച്ച് ആളുകൾ പറഞ്ഞു. അപ്പൊ ഞങ്ങളെ കാണാൻ വേണ്ടി പോവാണ്. ഈ ബ്രിഡ്ജിന്റെ മുകളിൽ കൂടെയാണ് ആ ട്രെയിൻ പാസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ മലയുടെ മുകളിൽ കയറിയാൽ മാത്രമാണ് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കവിടെ വന്നപ്പോഴേ ഒരു ക്ലൂ വന്നു. അവിടെ ഉള്ള വർക്ക് ചെയ്യുന്ന ഒരു ആൾ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും നിൽക്കും പോലെ ലെഫ്റ്റ് സൈഡിൽ നിൽക്കണ്ട, മുകളിൽ പോയി ക്രോസ് ചെയ്തൊരു മലയുണ്ട്, മലയുടെ സൈഡിൽ നിന്ന് നല്ല വ്യൂ കിട്ടും, ക്ലിയർ വ്യൂ കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നടക്കുകയാണ് ഗൈസ്, നടക്കുകയാണ്. ഇങ്ങനെ വീഡിയോ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് നടക്കണ്ടേ. ഞങ്ങൾ നടക്കുന്നത് ചെറിയ മലയിലേക്കാണ്. ആരുമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒറ്റയ്ക്ക് വന്നാണ് ഗൈസ്. കുറച്ച് ആൾക്കാരുള്ളൂ. ഒട്ടും അണച്ചില്ല കേട്ടോ. നമ്മളെ പോലെ പറഞ്ഞു വിട്ട ആൾക്കാരാണ് കേട്ടോ അതാ കുന്നിൻ്റെ മുകളിൽ നിൽക്കുന്നത്. കുറച്ച് ആൾക്കാരുള്ളൂ, കുന്ന് നിറഞ്ഞ്. ആ ഹില്ലിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ഒരു കിടിലൻ വൈബ് തന്നെയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ആളുകൾ അത്ര റിസ്ക് എടുത്ത് മുകളിലൊക്കെ കയറിയതൊക്കെ. ഒരു കിടിലൻ വ്യൂ ആണ് ആ ബ്രിഡ്ജിൻ്റെ സൈഡൊക്കെ. അത്ര ഫേമസ് ആയ ആ ഒരു ട്രെയിനിൻ്റെ പാസേജ് കാണാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ വന്ന് വെയിറ്റ് ചെയ്യാണ്. ഞങ്ങളിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ഗൈസ്. ഇവിടുന്ന് നോക്കുമ്പോൾ നമ്മൾ ആ ട്രെയിൻ കാണുമ്പോൾ എന്ത് രസമാണ്. എന്നാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള കാഴ്ചകൾ എത്ര മനോഹരമായിരിക്കും. അതാ ട്രെയിൻ വരുന്നുണ്ട്. ഒരു ദിവസം എന്തായാലും അതിൻ്റെ ഉള്ളിൽ കയറി അതിൻ്റെ ഉള്ളിലത്തെ സംഭവങ്ങളും പുറത്ത് കാണുന്ന കാഴ്ചകളൊക്കെ നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ കേട്ടോ ഇത് കാണാൻ വേണ്ടി. ആ ഒരു എന്താ പറയുക, ജസ്റ്റ് ആ ട്രെയിനിൻ്റെ ഒരു പാസിങ് മാത്രം കാണാൻ വേണ്ടി 10 സെക്കൻഡ് പാസ് ചെയ്യണോ, അത് കാണാനാണ് ഇത്രയും ഒരുപാട് ആളുകൾ കണ്ടില്ല. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇതായിട്ട് ഇറങ്ങി വെയിറ്റ് ചെയ്യുന്നത്.
ഉണ്ട്. അതേപോലെ മലയുടെ 2 സൈഡിലും അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ആളുകൾ ഇങ്ങനെ കൂടി ഇത് ഈ ഒരു ജസ്റ്റ് ആ ഒരു പാസിങ് ആ ട്രെയിനിൻ്റെ ഒരു കൽക്കരി ഇത് ചെയ്യുന്ന അതെ യാക്കോബായ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഫേമസ് ആ ഒരു ട്രെയിൻ കാണാൻ വേണ്ടി വന്നിരിക്കുന്നുണ്ട്. ഡീസൽ അതിൻ്റെ മുകളിൽ കോൾ ഇട്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് അതൊന്ന് ചോദിച്ചു നോക്കണം. കാരണം കൽക്കരിയും അതിൻ്റെ കൂടെ ഡീസൽ രണ്ടും കൂടിയും ആയിരിക്കും മേ ബി യൂസ് ചെയ്തിരിക്കുന്നത്. പഴയ ടൈപ്പ് ആ ഒരു ഫീലില്ലേ, വിൻറ്റേജേഴ്സ് ആ ഒരു ഫീല് ശരിക്കും കാണുമ്പോൾ ഉണ്ടായിരുന്നു. ശരിക്കും എനിക്ക് ആ പുക അങ്ങനെ കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ വെള്ളത്തിൽ വീണില്ല ഗൈസ്, എൻ്റെ സോക്സും നനഞ്ഞില്ല കേട്ടോ. മച്ചന്മാരപ്പം ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ അറ്റ് സ്കോട്ട്ലൻഡിലെ കിട്ടിലൻ്റെ വിഷ്വൽ ഫേമസ് ആയിട്ടുള്ള ഈ ഒരു ഒക്കേഷനിൽ വെച്ച് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചങ്കള് എല്ലാവരും ലൈക്ക് ചെയ്യുക. ഹാരി പോട്ടർ ഫാൻസിന് വേണ്ടി ഇത് ഡെഡിക്കേറ്റ് ചെയ്യണം. ഇവിടെയൊക്കെ വന്ന് ഈ സ്ഥലം കാണാന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ് ശരിക്കും. അത് ചിലപ്പോ സ്റ്റോറീസ് വായിക്കാൻ ആ ഫിലിം കണ്ടവർക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ അത്ര ക്രേസ്. അതെ ഇവിടെ ഒരുപാട് ആളുകൾ ആ മഴയിൽ നനഞ്ഞ് വന്ന് നിന്ന് കാണുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു എക്സൈറ്റിംഗ് എന്നുള്ളൊരു ഫീലാണ് ആളുകൾ. ശരിക്കും ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് എത്തിപ്പെട്ട് കാണാൻ പറ്റിയതിൽ വലിയ ടീമുകളവിടെയൊക്കെ ടീമുകളവിടെ നിന്ന് വിളിച്ചു തുടങ്ങിയപ്പോൾ ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ ടിൽ ദേർ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.